Hello friends. Mending walls. Mending walls. Okay. So we found that something there is that doesn't love a wall. And we found out that something, or we tried to find out that something, one something is nature. Frost heaves, we said. And then swelling from underground. And then second one we saw, maybe it's hundreds. Now from lines 12 to 22, what we find is the process of mending the wall. First one, first section, second section over, now third section. The process of mending the wall. ഇത് നമ്മുടെ ഭിത്തി നന്നാക്കുന്ന ആ ഭാഗമാണ് നമ്മളതിൽ കാണുന്നത്. അവർ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക ദിവസം ഫിക്സ് ചെയ്യുന്നു, രണ്ടുപേരും കൂടെ വരുന്നു, ഇരുവശത്തൂടെ നടക്കുന്നു, അവനവൻ്റെ വശത്ത് വീണ കല്ലുകൾ എടുത്ത് വയ്ക്കുന്നു. അങ്ങനെ വയ്ക്കുമ്പോൾ അവർക്ക് പേടിയായി താഴെ പോകുന്നു. അതുകൊണ്ട് അവരൊരു മന്ത്രം പോലത്തെ എന്തെങ്കിലും പറയുന്നു. ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റേ ദെയർ ടിൽ വി ഗോ ഫ്രം ഹിയർ. അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അവർക്കൊരു തൃപ്തി കിട്ടുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ കല്ലെടുത്തുകൊണ്ട് വരുന്നു. ഓരോ കല്ലെടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴും കയ്യെല്ലാം പാടും, ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ the narrator says we don't care because this is like an outdoor game. നമ്മൾ ഷട്ടിൽ കളിക്കുന്നത് രണ്ടുപേരേ ഉള്ളൂ, പാർട്ട്നേഴ്സ് ഇയർ ഇവർ കളിക്കുന്നു. ഒരു കളി ആയിട്ട് തന്നെ മാറ്റുകയാണ്. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യത്തിനെ ഒരു കളിയായിട്ട് മാറ്റുക. ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ കാണുന്നത്. You can see, I let my neighbor know beyond the hill. Beyond the hill, കുന്നിനപ്പുറം. Where is he living? Where is he residing? He is residing beyond the hill. And I let my neighbor know. That means I allow my neighbor know. That means again I send a message to him. And on a day we meet to walk the line. Why does he, springtime, mending time, send a message to him? Because we know it is, they are repeating it every year. And every year, the narrator, the poet, he is trying to make him understand there is no need for a war. ഓരോ വർഷവും ഇത് സംഭവിക്കുന്നുണ്ട്. പ്രതിവർഷം എന്ന് പറയില്ല, ഓരോ വർഷത്തിൻ്റെയും സ്പ്രിംഗ് ടൈം, വസന്തകാലം വരുമ്പോൾ ഇവർ ഈ ലേബർ, ഈ അയൽക്കാരൻ, ആപ്പിൾ കൃഷി ചെയ്യുന്ന അയൽക്കാരൻ, മറ്റേ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന അയൽക്കാരന് എങ്ങനെയെങ്കിലും ഇത് അറിയിക്കും, സ്പ്രിംഗ് ടൈം ആയില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഡസൻറ്റ് ചേഞ്ച്. He doesn't want to change. He knows. He is so adamant, so stubborn. പിടിച്ചെടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ വർഷവും അയാളോട് പറയും, നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, കഷ്ടപ്പെട്ടില്ല. ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതുകൊണ്ട് ഇയാൾക്ക് വഴക്കുണ്ടാക്കാൻ കഴിയില്ല. അതതിൻ്റെ കാര്യം. സ്മൂത്ത് റിലേഷൻഷിപ്പ്, ഹാർമോണി. To keep the harmonious relationship between the neighbors, what is he doing? He is taking the initiative and sending somebody or a message or mobiling. The mobile നമ്മൾ ഇന്ന് പറയുമോ, മൊബൈൽ ഉണ്ടെന്ന് വെച്ചോ, അതങ്ങനെയാകുമ്പോൾ ഞായറാഴ്ച വരുത്തുക. അതുകൊണ്ടാണ്, അല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹം വന്ന് ഇത് ചെയ്തേ പറ്റും. എന്നാൽ പിന്നെ നല്ല മനസ്സോടെ അങ്ങ് ചെയ്തേക്കാമല്ലോ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കാര്യം. I let my neighbor know beyond the hill. Beyond the hill, the person who is residing beyond the hill. And on a day we meet to walk the line. To walk the line. Line means both sides of the sides of the world. Fixed day. We meet a day. We fix a day and then say, alright, I will be there and you also come. And set the wall between us once again. No, once again. അതിൻ്റെ അർത്ഥം ഇതിന് മുമ്പ് ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇയാൾക്ക് യാതൊരു മനസ്സിന് മാറ്റമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇയാൾക്ക് ആളയക്കും. അപ്പം അയാൾ വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരു സൈഡുകൾ നടക്കും. ഒരിക്കൽ കൂടി once again we make it. We keep the wall between us as we go. ക്രോസ് ചെയ്യുന്നില്ല. ഒരാൾ വലതുവശത്തൂടെ, ഒരാൾ ഇടതുവശത്തൂടെ. മനസ്സിലായി? അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഡയറക്ഷനാണ് പോകുന്നെങ്കിൽ രണ്ടുപേരുടെയും വലതുവശം അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഇടതുവശം. We don't cross. We keep the wall between us as we go. എതിരെ പോകുന്ന രണ്ട് സൈഡിൽ കൂടി. ഇപ്പോൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ രണ്ടുപേരുടെയും വലതുവശം അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഇടതുവശം. ഇങ്ങനെ മാറിയല്ല പോകുന്നത്. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും അല്ല. So we keep the line. That's the thing. And then what happens? To each the boulders that have fallen to each. To each. രണ്ടാ. അതായത് എൻ്റെ സ്ഥലത്ത് വീഴുന്നത് ഞാനും അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വീഴുന്നത് അദ്ദേഹവും. അതാണ് ടു ഈച്ച് ദ ബോൾഡേഴ്സ് സ്റ്റോൺസ്. നമ്മളിങ്ങനെ കണ്ടിരുന്നു. There are no words, no new words to study. There is no word study here. ഈ വാക്കുകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഭയങ്കര മിടുക്കന്മാരും പിടിക്കലുമായി. അതുകൊണ്ടാണ് ഇത് ആവശ്യമില്ല ഇനി ഇതെല്ലാം തിരിച്ചു പറയട്ടെ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. അതായത് to each the boulders that have fallen to each. All the boulders fallen on my side, I will pick up and then place it. All the boulders fallen on his side, he will do. Very good relationship. They don't cross. He comes on a fixed lane. Appointment is made. They walk the lane, and the stones that have fallen on his side, he picks up. And the stones that have fallen on my side, I pick up. Very good, no problem at all. Harmonious relationship. And some are lows, and some so nearly balls. അത് കല്ലിനെ പറ്റി പറയും. ചില കല്ലൊക്കെ റൊട്ടിയുടെ ബ്രെഡ് ലോസ് എന്ന് പറയില്ല, ബ്രെഡ് ലോഫ്, ദ സ്ലൈസ് ഓഫ് എ ബ്രെഡ്. ചിലത് ചെറുതും വണ്ണം മെലിഞ്ഞ കല്ലെന്നൊക്കെ പറയുന്നത്. മെലിഞ്ഞ മനുഷ്യൻ എന്ന് പറയും, പക്ഷെ മെലിഞ്ഞ കല്ലെന്ന് പറയത്തില്ല. എങ്കിലും ഞാൻ അതിനെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് പോലത്തെ കല്ല്, ഇതൊരു കഷ്ണം പോലെ. ലോഫ് സിംഗുലർ ലോസ് ബോൾ. സം സോ നിയർലി ബോൾസ്. ചിലതൊക്കെ ബാസ്കറ്റ് ബോൾ പോലെ വലുതാണ്. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. അപ്പം ഞാൻ പറയുന്നത് സിമെൻ്റൊന്നും ഇല്ലാതെ കെട്ടുന്ന പോകണം. ഒന്നിൻ്റെ പുറകിൽ ഒന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആടുക. അപ്പോൾ we say that we have to use a spell, a magic spell, a mantra. അതുപോലെ ചില മന്ത്രം ചൊല്ലി ഞങ്ങൾ സ്ഥാപിച്ചത് മന്ത്രം ചൊല്ലി. എന്ത് മന്ത്രം അവർ ചെല്ലുന്നത്? Stay where you are until our backs are turned. Backs turned means go away. അത് പറയുന്നത് അവരുടെ മന്ത്രം വളരെ സിമ്പിളാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നിടം വരെ ഞങ്ങൾ വെച്ചെടുത്തിരിക്കൂ എന്നുള്ളതാണ്. ഓം ക്രീം അങ്ങനത്തെ ഒന്നുമില്ല. ഓം ക്രീം കുട്ടിച്ചാത്തൻ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നിടം വരെ എങ്കിലും. That is why the opening line says something there is that doesn't like a wall. ഒരു പക്ഷേ ഫ്രോസ്റ്റ് ഹീവ് അല്ലായിരിക്കാം, ഒരു പക്ഷേ ഹണ്ടേഴ്സ് അല്ലായിരിക്കാം. മൂന്നാമതൊരു റീസണായിട്ട് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന എന്താ, ഇതിന് ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു കാറ്റിൽ നിങ്ങൾ മുൻപെട്ട് ആയാമതായിട്ട് അതുകൊണ്ടും ആവാം. അതാണ് സംതിങ് എന്നുള്ള വാക്ക്. അങ്ങനെ ആവാം എന്നുള്ളതാണ് സംതിങ്. സോ വി ഹാവ് ടു സ്റ്റേ വെയർ and stay where you are until our backs are turned. Our backs are turned as we go. ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ല അങ്ങ് നടക്കുന്നത്, അതുപോലെ ടേൺ ചെയ്ത് നടക്കില്ല. അതാണ് അപ്പം അതും ഒരു പോസിബിലിറ്റിയാണ്. എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അപ്പം ഒന്ന് ഫ്രോസ്റ്റ് ഹീവ് ആയിരിക്കും, രണ്ട് ഹൺഡ്രഡ്സ് ആയിരിക്കും, മൂന്ന് ബാലൻസിങ് പ്രോബ്ലം ആയിരിക്കും.
Anyhow, something there is that doesn't love a wall. So, ഇങ്ങനെ പറയുന്നു, അതിനുശേഷം പറയണം, അവർക്കുണ്ടാവുന്ന വിഷമം, we wear our fingers rough with handling them. Wear and tear എന്ന് പറയത്തില്ല, ഞങ്ങൾ കൈയെല്ലാം ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ മാറി ചെറിയ ചെറിയ വ്രണങ്ങളല്ല, ചെറിയ ചെറിയ മുറിവുകളുണ്ടാവും. ശരിയല്ല, കല്ല് പറിക്കുന്ന എടുക്കാറുണ്ടോ പറമ്പിൽ നിന്നൊക്കെ? എപ്പോൾ അറിയാം? 2 കൊട്ട പറിക്കി കഴിയുമ്പോൾ കയ്യിൽ നോക്കണം, അവിടെ ഇവിടെ എല്ലാം ചെറിയ ചെറിയ മുറിവുകൾ വികൃതം പിടിച്ചിരിക്കും. ഇവർ തന്നെ ചെയ്യുന്ന what are they doing? They are doing the same thing. We wear our fingers rough with handling them. Handling whom? Stones. ഓരോന്നിങ്ങനെ എടുത്തെടുത്ത്, just another kind of outdoor game. But this narrator of the poet, you can say, he's very optimistic. എല്ലാം അതിലൊരു നന്മ കാണുന്ന മനുഷ്യനാണ്. അപ്പോൾ പറയാം, ആണ്ടിൽ ഒരിക്കലും ഒരു കളി, അയാൾ ഞാനുമായിട്ട് ഷട്ടിലൊക്കെ കളിക്കുന്ന പോലെ, ഇയാളൊരു കല്ലെടുത്ത് വെക്കും, ഞാനെടുത്ത് വെക്കും. That's a game like that. On one honest side, it comes to little more. It comes to little more. അപ്പം ഗെയിമാണ്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്, സ്വല്പം കൂടി. ഷട്ടിൽ കളിച്ചതിന് ആരുടെയും കൈ പോകത്തൊന്നുമില്ല. അസമെന്ന് പറയും, കളിയാണ്, പക്ഷേ ഒരു ഗെയിമാണ്, പക്ഷെ ശകലം കൂടെ. ശകലം എന്ന് പറഞ്ഞാൽ കൈയെല്ലാം വൃത്തികളാകും, അതുപോലെ തന്നെ കയ്യിലെല്ലാം മുറി പറ്റുന്നതാണ്. A little more. That's all. But this is the process of making the world. The question here comes in, why does the author or the narrator take the initiative? Initiative, taking the first step. Why does he take? Because he is 100% sure that the other man will not agree to his suggestion that we don't require a word. ഇയാൾ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കറിയാം ഒരു തരത്തിലും മറ്റേ മനുഷ്യൻ്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, എന്നാൽ പിന്നെ അങ്ങോട്ട് കെട്ടിയേക്കാം. അതുകൊണ്ടാണ്. Not because the narrator wants. As you read the poem further, you will see that he gives reasons. അത് ഒത്തിരി കാരണം പറയുന്നുണ്ട്, നമുക്കിത് വേണം. എൻ്റെ സൈഡ് ആപ്പിൾ, നിൻ്റെ സൈഡ് കോൺ. എൻ്റെ സൈഡ് ആപ്പിൾ, നിൻ്റെ സൈഡ് പൈൻസ്. കോൺസ് അല്ല, പൈൻസ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസ് ഒന്നും കടത്തി വിട്ട് ലോക്കാകുന്നില്ല. എനിക്ക് ഒരേ തരം വരാണെങ്കിൽ ചിലപ്പോൾ 2 സ്ഥലത്ത് ആഞ്ഞിലാണ് ഈ കൊമ്പെല്ലാം കൂടെ കയറി ഇങ്ങനെ കോർത്ത് കിടക്കും. അതില്ല, അങ്ങനെയല്ല. പിന്നെ ഇവിടെയെങ്കിലും പശുവില്ല, ആരും പശു കൗ ഒന്നും വളർത്തുന്നില്ല. എന്തിനാ ഇതിൻ്റെ ആവശ്യം? ഇതിൻ്റെ ആവശ്യമില്ല. So the neighbor says, good fences make good neighbors. Good fences make good neighbors. That is a concept, or that is something that he has inherited from his father. He wants to continue that tradition. In spite of all the reasons that the narrator gives, he won't agree. So in that case, he thinks that better I take the initiative so that we will come together. So he is the man who is for establishing peace. He is the man who wants the relationship to continue and remain harmonious. Heights of Harmony. That is the title of this unit 2. Once again, I will read the 12 lines and just go through that. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. Once again. Underline. It is something that is done every year. Why? Because of the compulsion. അതാണ് നിങ്ങൾ അറിയേണ്ടത്. നിർബന്ധ ബുദ്ധിക്കാരനാണ് അവൻ. എന്തൊക്കെയാണെങ്കിലും അവൻ ഇതിനകത്ത് മാറ്റം വരുത്തിയത്. എന്നാൽ പിന്നെ നമുക്കൊന്ന് ചെയ്തേക്കാം. We keep the wall between us as we go. We don't cross. To each the boulders that have fallen to each,
and some are loaves and some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. We wear our fingers rough with handling them. Oh, just another kind of outdoor game, one on a side. It comes to little difference. Little more, sorry. It comes to little more. What a beautiful picture that you get. So now back to this. The neighbor lives beyond the hill. I take the initiative in spring mending time. Program is set. We fix a day. We don't cross the border. I take the boulder stones that have fallen on my side. He takes those on his side. Balancing stone upon stone requires chanting of magic words, spell magic words. So we say, stay there till we go away from here. Our fingers suffer the wear and tear of handling stones. Some small like loaves of bread, some like basketballs. It's like an outdoor game, one on a side. That is how we look at it. Questions. Why does the narrator take the initiative? Why does the narrator take the initiative? There's no other way out. That's the thing. Because his neighbor is stubborn and adamant. Stubborn and നിർബന്ധബുദ്ധിക്കാരനാണ്. എന്നാൽ പിന്നെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഞാൻ തന്നെ അങ്ങോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തേക്കാം. അതാണ്, that's the reason. He's not going to change. So to keep harmonious relationship with him, the narrator takes the first step. Give an account of the process of mending wall. The process of mending wall, a day is fixed. It is mending time, springtime. A day is fixed. I send word to him. He comes on fixed time, fixed day and fixed time. We walk the line. Then we pick up the boulders. Those stones that have fallen on his side, he picks up. Those stones that have fallen on my side, I pick up. And we keep stone upon stone. It's a balancing act. Because we don't use any plastering now. Means cement and other things. And so we use a spell. A magic spell means stay there till we go away from here. We don't cross the borders. We don't cross the wall. And then this is something that happens once again we say. Some stones are like loaves of bread. Some stones are like balls. Basketball, you can say, because basketball is comparatively large, isn't it? And then you have got he says that I consider this as an outdoor game, but there is no other way out. So why don't you be a bit optimistic? So I consider it an outdoor game, one on a side, but a little more you can think of, that is the wear and tear of our fingers. So when we handle the stones, we suffer wear and tear. Because the stones are rough. ഇതാണ് ശരിക്കും ഇങ്ങനെയാണ് they are mending the wall. ഇതാണ് ആദ്യത്തെ രണ്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ സ്പെക്കുലേഷനാണ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചിന്ത. ഇങ്ങനെ ഒരു എന്തുകൊണ്ടോ walls ആരും ഇഷ്ടപ്പെടുന്നില്ല. Something there is that doesn't love the wall. അതിന് കാരണം ഇങ്ങനെ കണ്ടുപിടിച്ച് ഇപ്പം മൂന്നാമത് ഏതായാലും അത് വോൾ മെൻഡിങ് നടക്കുകയാണ്. അത് നടക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ. ഇതാ അതായത് ഇങ്ങനെ എഴുതിയാലും മതി. അതാണ് അതിൻ്റെ കാര്യം. Third question, what is the attitude of the narrator? The narrator wants to keep
harmonious relationship with his neighbor. That is why he takes the initiative. He knows this year also it has to be repaired. The neighbor is very adamant and very stubborn, and he looks at it as an outdoor game. So he has got an optimistic outlook on life. So the neighbor is so good that he wants to keep the harmonious relationship, and also he is very optimistic because he says that this is a kind of outdoor game. One on a side. Shuttle അങ്ങനല്ലേ രണ്ടുപേരും കളിക്കും രണ്ടുപേരും ഒരു സ്ഥലത്തല്ല ഒന്ന് കളിക്കുന്നത് രണ്ട് സ്ഥലത്ത് അതുപോലെ and that is little more വളരെ വളരെ ന്യായമായ ഒരു കാര്യം little more കൈയൊക്കെ ശരിയാക്കി മുറിയും അതാണ്. I hope you are following. So we are coming now we covered 3 sections. Something there is that doesn't love a God is trying to find out the reasons. 1, 2. Now third, there is no way out, and therefore we have to. So the mending or the process of mending. Alright, 23, line 23 that we are going to see tomorrow, that is the turning point. That we will see till then. Bye, have a nice day. Enjoy your life.